സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ കുറേ ദിവസമായി അസ്വസ്ഥനാണ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇവിടുത്തെ UDF സംവിധാനങ്ങൾ മന്ത്രിമാരുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ഒരാളെ അവരോധിക്കുമ്പോൾ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ പ്രോ ചാൻസലർ കൂടിയാണ് അദ്ദേഹം. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസമായി അദ്ദേഹം തിരിച്ചറിഞ്ഞൊരു കാര്യം, കേരളത്തിൽ UDF അധികാരത്തിൽ വന്നതോടുകൂടി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയം, അതിൻ്റെ ഓഫീസ് ഇന്ന് ലോക് ഭവനായി മാറിയിരിക്കുന്നു എന്ന അങ്ങേയറ്റ വസ്തുത അനുസൃതമായിട്ടുള്ളതും അതോടൊപ്പം നമുക്ക് മുന്നിൽ അവരോധിക്കപ്പെട്ടിട്ടുള്ള ഓരോരോ തീരുമാനങ്ങളുടെയും ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാക്കി അത് മാറിയിരിക്കുകയാണ്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്നതും അദ്ദേഹത്തിൻ്റെ ഓഫീസും കേവലം നോക്കുകുത്തി മാത്രമാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ല സംസ്ഥാനത്തെ സർവകലാശാലകൾ നിയന്ത്രിക്കുന്നത്. പിന്നെന്താ അദ്ദേഹത്തിന് പണി? റോജി എം ജോൺ കേരളത്തിലെ KPCC നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കെന്താ പണി എന്നാണ്. സംസ്ഥാനത്തെ സർവകലാശാലകളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല, അതിൻ്റെ സിൻഡിക്കേറ്റിനെ തീരുമാനിക്കാൻ കഴിയില്ല, അതിൻ്റെ സെനറ്റിനെ തീരുമാനിക്കാൻ കഴിയില്ല. ആരാണ് വൈസ് ചാൻസലർ എന്ന് പോലും അറിയാത്ത വിധത്തിൽ കേരളത്തിൽ അധികാരത്തിലെത്തി മൂന്നാമത്തെ ആഴ്ചയിൽ കേരളത്തിലെ ഒരു സർവകലാശാലയിൽ സമ്പൂർണ്ണ കാവ്യവൽക്കരണം നടപ്പിലാക്കിയിരിക്കുന്നു UDF. ഇത് കേരളം കാണുന്നില്ലേ? ഇപ്പോൾ UDFന്റെ ഭാഗമായി അധികാരത്തിൽ വന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പഠിച്ച MG സർവകലാശാലയുടെ VCയും സെനറ്റും ഒക്കെയും ഇന്ന് സംഘപരിവാറാണ്. എന്നാൽ കാലിക്കറ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. കാലിക്കറ്റിൻ്റെ VC ഒരു കോൺഗ്രസ്സുകാരനായ നേതാവാവുകയും അതേസമയം സേവാഭാരതിയുടെ പരിപാടിക്ക് വൈകുന്നേരം പോയി പങ്കെടുക്കുന്ന ആളും കൂടിയാണ്. അദ്ദേഹത്തിന് ചോറിവിടെയും കൂറവിടെയുമാണ്. അപ്പോൾ സ്വാഭാവികമായും ചോറും കൂറും കിട്ടുന്ന ഇടത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോ അക്ഷരം പ്രതി അനുസരിക്കുക എന്നുള്ളതാണ് കാലിക്കറ്റ് VCയുടെ ഇന്നത്തെ പണി. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ 2 വർഷവും ഏറ്റവും വേഗതയിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്ന MSFO KSUO ഇനി പോട്ടെ, ഇതിൻ്റെ ഉള്ളിലിരുന്ന അന്നത്തെ താൽക്കാലിക VC ഇപ്പോഴത്തെ സ്ഥിരം VC ആയിട്ടുള്ള രവീന്ദ്രൻ മാഷിനോ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണമെന്ന നിർബന്ധമേ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താ കാരണം ഇത്ര മാത്രമാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ വിജയിച്ചു വരാൻ വേണ്ടി പോകുന്ന സംഘടന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്ര ഹാല്. അപ്പോൾ ഞങ്ങൾ ജയിക്കുന്നതാണ് ഇവരുടെ പ്രശ്നം. ഞങ്ങൾ ജയിക്കാതിരിക്കാൻ ഇവരെന്തു പണിയും ചെയ്യും. ഞങ്ങൾ ജയിക്കാതിരിക്കാൻ സംഘപരിവാറിന്റെ കാലിൽ വീഴും. ഞങ്ങൾ ജയിക്കാതിരിക്കാൻ ആരുടെ വിടുപണിയും ചെയ്യും. ഞങ്ങൾ ജയിക്കാതിരിക്കാൻ സേവാഭാരതിയുടെ പരിപാടിക്കെങ്കിൽ അവിടെ പോകും. ഞങ്ങൾ ജയിക്കാതിരിക്കാൻ സെനറ്റല്ല സിൻഡിക്കേറ്റല്ല എന്തും ഇവർ മറികടന്നു കൊടുക്കും. നമ്മൾ ജയിക്കാതിരിക്കാൻ, ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ, മതനിരപേക്ഷതയെ പരാജയപ്പെടുത്താൻ, സംഘപരിവാറിന് കേരളത്തെ എഴുതിക്കൊടുക്കാനാണ് ഈ കോൺഗ്രസും അധമസംഘവും തീരുമാനിക്കുന്നതെങ്കിൽ ജീവൻ കൊടുത്തും അത് പ്രതിരോധിക്കും SFI എന്ന് നിങ്ങളോട് പറയുകയാണ്.